അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ അടുത്ത വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ സദ്യയിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1.5 ബീട്രൂട്ട്, അതായത് 1.5 വലുപ്പമുള്ളൊരു ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൽച്ചട്ടിക്കകത്തോട്ടാണ് നമ്മൾ ഇന്ന് ബീട്രൂട്ടിൻ്റെ പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ തേങ്ങയും ഇഞ്ചിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുക് വറക്കാനായിട്ട് ആവശ്യമുള്ള കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും പച്ചമുളകും എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇത് നമ്മുടെ കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് എണ്ണയൊന്ന് ചൂടാവും. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചടി ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിലും കടുക് താളിച്ച് ചേർക്കാതെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വറ്റൽമുളക് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വറ്റൽമുളക് 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുറിച്ചാണ് വറ്റൽമുളക് ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിടുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മുടെ ബീട്രൂട്ട് ഇട്ട് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. നമ്മുടെ ഓണസദ്യകളിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന കൂട്ടാനുകളിൽ ഒന്നാണ് നമ്മുടെ പച്ചടി. ഇളക്കിയതിന് ശേഷം ഇതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാതെ അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൽച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേകുന്ന സമയത്തിന് നമുക്ക് തേങ്ങയും നമ്മുടെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും അതിൻ്റെ കൂടെ 1 കപ്പ് തൈര് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു മീഡിയം പുളിയുള്ള തൈര്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ബീട്രൂട്ട് വെന്തോന്ന് തുറന്ന് നോക്കാവേ. നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ല, എന്നാലും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചാണ് നമ്മൾ ബീട്രൂട്ട് വേഗം വെച്ചിരുന്നത്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് നമ്മുടെ ആവശ്യത്തിനായി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന, ഞാൻ കാണിച്ചില്ലല്ലോ, അരച്ചു വെച്ചിരിക്കുന്ന തൈരും തേങ്ങയും പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൈരിനും തേങ്ങയ്ക്കും എല്ലാം കൂടെ കൂട്ടി വേണം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ പുളിയില്ലേ, അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ തീ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം തേങ്ങയാണെങ്കിൽ തേങ്ങ നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ. ഇപ്പം തേങ്ങയ്ക്കും തൈരിനും ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീ അങ്ങ് നിർത്തിയതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചേർക്കാൻ. കാരണം നമ്മുടെ ഇത് കൽച്ചട്ടിയാണ്. കൽച്ചട്ടിക്ക്
ഇതുണ്ട് ഇപ്പോഴും തിള വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മുടെ പച്ചടിയല്ല നമ്മുടെ ഇതില്ലേ ബീട്രൂട്ടിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് തൈരും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴേ ഇത് പച്ചടി ആകത്തുള്ളൂ അല്ലേ. അപ്പം നമുക്കിതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യയിലെ കളർഫുള്ളായിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി എന്ന് പറയുന്നത്. ഇത് ഓരോ സ്ഥലത്തനുസരിച്ചിട്ട് ഇതിന് കൊഴുപ്പ് കൂടിയും കൊഴുപ്പ് കുറഞ്ഞും ഒക്കെ ഇരിക്കും. ചില ഇത് ഈ ബീട്രൂട്ട് അങ്ങ് അരച്ചും ചേർക്കും. അപ്പം എങ്ങനെ വേണേലും അത് ചെയ്യാവുന്നേ ഉള്ളൂ. അത് അങ്ങനെ ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അരച്ച് ചേർക്കാം. അല്ലാതെ ഇങ്ങനെ ബീട്രൂട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്, എരിയുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഓണസദ്യയുടെ അച്ചാറുകളെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാങ്ങ അച്ചാറും നമ്മുടെ നാരങ്ങ അച്ചാറും ഇഞ്ചിപ്പുളിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളുടെയൊക്കെ ലിങ്കുകൾ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ പച്ചടികൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടി ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ബീട്രൂട്ട് എന്ന് പറയുന്ന സാധനം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതും കൂടെ ഒന്ന് ഓൺ ചെയ്യുക. അപ്പം നമ്മളിടുന്ന എല്ലാ വീഡിയോകളിലും ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരുടെയും മൊബൈലിൽ എത്തുന്നതായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. അപ്പം നമ്മൾ ഓണ വിഭവങ്ങൾ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാധാരണ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കുറേ റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.